അച്ചുചേട്ടന് മീൻ പിടിക്കാനുള്ള കോൺസെൻട്രേഷൻ പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാൾ റോഡ് സൈഡിലിരുന്ന് എന്തോ തല്ലുന്നു. കൗതുകം ലേശം കുടുംബമായിട്ട് ഞങ്ങൾക്ക് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചെന്ന് ചേച്ചിയുടെ ചുറ്റും പൊതിഞ്ഞു കേട്ടോ. ചേച്ചി അവിടെ കിടന്ന് നമ്മുടെ ബദാമില്ലേ, തല്ലിത്തേങ്ങ എന്നാണ് കേട്ടോ ഞങ്ങളൊക്കെ പറയുന്നത്. അതിനെ കല്ലുകൊണ്ട് തല്ലി ഞങ്ങൾ പണ്ടൊക്കെ എടുത്ത് കഴിക്കുന്നത് പോലെ പൊട്ടിച്ച് കഴിച്ചു നോക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഈ നൊസ്റ്റു പരിപാടികൾക്കെല്ലാം ഞങ്ങളുടെ കുട്ടിപ്പട്ടാളം ടീംസും ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെയല്ല അത് പൊട്ടിച്ചെടുക്കാനെന്ന് പറഞ്ഞ് കിരൺ ചേട്ടൻ വേറെ കല്ലെടുത്തിട്ട് അതിനെ ഫുള്ളായിട്ട് പൊട്ടിച്ച് ഓരോരുത്തർക്കായിട്ടും തരികയാണ് കേട്ടോ. അങ്ങനെ ഒരെണ്ണം എൻ്റെ കയ്യിലും തന്നു. നീ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞ് അത് നൈസായിട്ട് ഹൈക്ക് സീജ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ തന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിലവിളി ശബ്ദങ്ങൾ ഓണാവും. അതുകൊണ്ട് എല്ലാവർക്കും നോക്കി ശ്രദ്ധിച്ചേ കൊടുക്കാനും പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മുടെ റൈഡർ കണ്ണാപ്പി ടീംസ് എത്തി കേട്ടോ. അപ്പൊ കുറെ നാളിന് ശേഷം കസിൻസ് തമ്മിൽ കാണുമ്പോൾ അവരുടെ മുഖത്തേക്ക് സന്തോഷം കണ്ടില്ലേ. നേരം നന്നായിട്ട് ഇരുട്ടുന്നത് കൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ബാക്കി തല്ലി തേങ്ങ എല്ലാം പൊട്ടിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് കുട്ടിപ്പട്ടാളം ടീംസ് എല്ലാം അതൊക്കെ ഒരു പെട്ടിയിലാക്കി വീട്ടിലേക്ക് നടന്നു കേട്ടോ. കുറെ നാളിന് ശേഷം കണ്ടതുകൊണ്ടായിരിക്കണം അളിയൻസിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അവർ നിർത്താതെ സംസാരിച്ചു പോവാണ്. ഞാൻ വീഡിയോ എടുത്തത് കണ്ടപ്പോൾ കണ്ണൻ ചേട്ടൻ പറയാണ്, നീ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ച് ഒരുങ്ങി നിൽക്കുകയായിരുന്നല്ലോ എന്ന്. ഒന്നുകൂടെ ഉറക്ക നമ്മളതിനെ നല്ല നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അങ്ങനെ കെട്ടൊന്നും കഴിയാത്ത കുട്ടികളുള്ള പയ്യന്മാരുടെ കൂടെ വിശേഷങ്ങളും പങ്കുവെച്ച് ഞാൻ അങ്ങനെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ അന്നൂസാണ്, ഇത് ഇളയ ആളാണ് അന്നൂസ്. അവരെയൊക്കെ കണ്ടപ്പോൾ അവളുടെ സന്തോഷം കാണേണ്ടതായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവിടെ കെട്ടിയിട്ടിരുന്ന ബലൂൺ എല്ലാം വലിച്ച് താഴെയിട്ട് എല്ലാവരും കളിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഞങ്ങൾ വന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇരുന്ന് ടാറ്റ കാണിക്കുന്ന ആൾ ഏതാനും ദിവസങ്ങൾക്കകം കുവൈറ്റിലേക്ക് പോവാണ്. അങ്കിള് കുവൈറ്റിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ എല്ലാരെയും ഒന്ന് കാണാനാണ് വന്നത്. അങ്ങനെ സ്നാക്സ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് വിനിത ചേച്ചി ഒരു പ്ലേറ്റിൽ എന്തോ കൊണ്ടുവരുന്നത് മാത്രം കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചക്കയിൽ ഈച്ചയൊക്കെ വന്ന് പൊതിയില്ലേ, അതേ കണക്ക് കുട്ടിപ്പട്ടാളം ടീംസ് മുഴുവൻ ആ പ്ലേറ്റും തറയിൽ വെച്ച് അതിന് ചുറ്റും കൂടി കേട്ടോ. അങ്ങനെ എന്താണ് സംഭവം എന്ന് കാണാൻ പോയപ്പോഴാണ് ഈ പൊരി ഇല്ലേ, ആ പൊരിയൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അപ്പോൾ വേറെ ആർക്കും കിട്ടാത്തത് കാരണം വിനിത ചേച്ചി അവിടെ ചെന്ന് പാക്കറ്റോടെ എടുത്തുകൊണ്ട് വരികയാണ്. ഇതിനേക്കാളും ഒരുപാട് ഫണ്ണിയസ്റ്റ് മൊമെന്റ്സ് നിറഞ്ഞ അടുത്ത പാർട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും കാത്തിരിക്കൂ.